ഏലത്തിന് ഇപ്പൊ എന്നാ വില? കുരുമുളകിനോ? പോട്ടെ, റബ്ബറിനോ? ഈ കൂതറ റബ്ബറിനുണ്ട് 2 രൂപ, ഡിസ്നി ആണെങ്കിൽ 10 രൂപ. കേട്ടോ, ഇവന് അതെങ്കിലും അറിയാം. നിനക്കോ? അത്ര വലിയ അത്യാവശ്യമാണ്, ഞാൻ വേണേൽ വിളിച്ചു വെച്ചിട്ട് പറയാം. നിനക്ക് വിളിച്ചു ചോദിക്കണം. എടാ, മാളിക്കൽ മാത്തുക്കുട്ടിച്ചായനോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുമായിരുന്നു മാർക്കറ്റ് എന്നതാന്ന്. നിന്റെ അപ്പന്റെ കാര്യാ പറഞ്ഞത്. രാവിലെ എന്റെ അപ്പനെ വിളിക്കാനാണോ നിന്റെ പപ്പ വന്നിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ മോൾക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം. എന്ത്? മനസ്സമാധാനം. മനെ, നീ കാലത്ത് തന്നെ വെള്ളമടി തുടങ്ങുമെന്ന് ഇവൾ എന്നോട് പറഞ്ഞതാ. നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? നേരം വെളുക്കുന്നേടം വരെ ക്ലബിലിരുന്ന് ചീട്ടുകളിയാണെന്നും ഞാൻ അറിഞ്ഞതാ. എന്നിട്ടും നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? പക്ഷെ ഇപ്പോ നീ കോളേജിൽ പോണെന്ന് അറിഞ്ഞപ്പോ എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ തകർന്നു പോയടാ. അതപ്പാ സ്കൂളിൽ പോകാത്തോണ്ടാ. നീ മിണ്ടായിരടാ. മനെ, എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. വെറുതെ വീട്ടിലിരുന്ന് തിന്നുകുടിച്ച് ബോറടിക്കണ്ടെന്ന് കരുതിയാണ് നിന്നോട് ഞാൻ പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞത്. എടേ, യൂത്ത് വിങ്ങിന്റെ 18 ജനറൽ സെക്രട്ടറിമാരിൽ ഒരെണ്ണം ഇവന് വേണ്ടി ഞാൻ റിസർവ് ചെയ്തു വെച്ചതാ. പക്ഷേ അതും ഇവന് വേണ്ട. വല്യപ്പച്ച ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ ഈ പഠിപ്പൊക്കെ നിർത്താം. സെക്രട്ടറി ആക്കണമൊന്നുമില്ല. കണ്ടോ, ഇതാണ് സ്പിരിറ്റ്. വീണ്ടും പുച്ഛം. പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിന്റെ മണ്ടയിൽ ഇതൊന്നും കയറുകയല്ല. പപ്പ ചെല്ല്, മീറ്റിംഗ് വൈകണ്ട. ശരിയാ. അപ്പൊ ഇറങ്ങട്ടെ മക്കളെ. എന്താ, ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലേന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊറേ ഉണ്ടല്ലോ. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ കോരപ്പനെ കാണിച്ച് അങ്ങ് വരണ്ടു വന്നോ? എന്റെ പട്ടി പഠിക്കും. കൊച്ചിരിക്കുന്നു ഞാൻ നോക്കില്ല. നെറുകന്തലക്ക് ഞാനൊന്ന് വെച്ച് തരുവേ. ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. ആഞ്ഞടിക്കും. വെറു പേടിപ്പിക്ക പന്നി. കണ്ടൂടെ? നീ ഇതെവിടെ പോടി? പാലായ്ക്ക്, എന്റെ വീട്ടിലേക്ക്. പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്. മമ്മിയുടെ ഒപ്പം പോയി കാർ കയറാം. അങ്ങനെ അപ്പൊ ഒറ്റയ്ക്ക് വിലസണ്ട കേട്ടാ. ഇവനൊക്കെ ഏത് നേരത്താണോ? അന്നേരം ആലോചിക്കണം. ചേട്ടനെന്താ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? മോളെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഭർത്താവിന്റെ സന്തോഷം അതായിരിക്കണം മോക്കടെ സന്തോഷം. ഓക്കേ? അതെ, ഞാൻ ഇറങ്ങിട്ടോ. നല്ലൊരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. മാത്തനെ വീട്ടിൽ തന്നെ നിർത്തി. ഇനി കോളേജിൽ പോകുന്നു കാണണല്ലോ. മുന്നേ ഞാനിവിടെ പൂട്ടിയിട്ടുണ്ട്. വീടും കുടുംബവും ഇല്ലാത്ത ബാക്കി 2 പേരുണ്ടല്ലോ. ഇനി അവര് പോട്ടെ കോളേജില്. ഇതുപോലെ ഞാൻ നിന്നോട് വേറൊന്നിനും കെഞ്ചിയിട്ടില്ല. 2 ക്ലാസ് മിസ് ചെയ്താൽ മതി. പാച്ച് ചെയ്യാൻ വലിയ പാടാ. നിനക്കറിയോ, ഞങ്ങള് 4 പേരും തമ്മില് ഒരു മത്സരം പോലുണ്ട് ഫസ്റ്റ് റാങ്കിന് വേണ്ടി. നീ ഒന്ന് സഹകരിച്ച ഫസ്റ്റ് റാങ്ക് നിന്റെ ഇക്കാക്കൊക്കെ തന്നെയാ. പൊയ്ക്കോട്ടടി പ്ലീസ്. ഓ, താങ്ക് യു മുത്തേ. മുന്നേ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ അപ്പൊ ഷട്ടർ ഇടും. പെട്ടല്ലോ പടച്ചോനെ. ഇത് എവിടെ പോയി കിടക്കുകയാണ്? മണി 11 കഴിഞ്ഞില്ലേ? എടാ, പാത്തുമ്മ എന്നെ പൂട്ടിയിരിക്കുക. ഒരു പഴുത് കിട്ടിയ ഞാൻ ചാടും. പാത്തുമ്മോനെ പൂട്ടിയിട്ടിരിക്കുകയെന്ന്. പൂട്ടും. അതല്ല ഞാൻ കല്യാണം കഴിക്കാത്തത്. എന്തോ എന്ത് ചെയ്യാനറിയാം? പോണ വെക്കവിടെ ബൈക്കിന്റെ വാൽറ്റ്യൂബ് ഒരു കൊണ്ടുപോയി. ബസ്സിലാ. മഹാത്മാ കോളേജ് ഒരു ഫുൾ കോളേജിലാ? നീയാ? ഫുൾ ടിക്കറ്റ് അവനാ, കൺസെഷൻ എനിക്കും. സ്റ്റുഡന്റ് ഞാനാ. കാണിച്ചു കൊടുക്കു പപ്പ. എന്ത്?
ഐഡന്റിറ്റി കാർഡ്. ഓ അത് ശരി. ദാ. ദാ, സമാധാനായല്ലോ. കാട് കോപ്പ് കഴിഞ്ഞിട്ട് കാശാണോ? അതെ, ഈ മുതക്കല് കൺസെഷൻ കൊടുക്കണമെന്ന്. സ്റ്റുഡന്റ് ആണെന്ന്. കലിപ്പുണ്ടാക്കല്ലേ. സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ കൺസെഷൻ വാങ്ങിയിരിക്കും. എന്തേ? ആ മേടിക്കും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവരെ മെനക്കെടുത്താതെ കാശ് കൊടുക്കണോ? താനൊരു ആത്തിയോ ഒന്ന് പോടാവേ. എന്താടാ ഇറങ്ങണ വണ്ടി വണ്ടി നിർത്തോ കാലത്തിറങ്ങി ഇറങ്ങണോ? തനിക്കൊക്കെ എന്തെങ്കിലും കുത്തിക്കടപ്പുള്ളൂ. അടിക്കും ഞാൻ. ഒരു കൺസെഷൻ ചോദിക്കാൻ പാടില്ലേ? വണ്ടി നിർത്തി വണ്ടി നിർത്തി. എല്ലാവരും കളിക്കരുത്. അയ്യോ ദേ പോയി. ദേ, അയ്യോ എന്റെ മോനെ ഇവിടെ. നീയൊക്കെ വരുമല്ലോ കോളേജിൽ പോയി കൂടെ. അപ്പൊ കാണാടാ. പോടാ, നീ എന്നെ പോരാ. കാലയ്ക്കോപ്പാ. താങ്ക് യുടാ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഡാ, ഏ? തൽക്കാലം നീ മമ്മിയോട് പറയണ്ട. ആ. നമുക്ക് ഐസ്ക്രീം കേട്ടാം. ചേട്ടാ 2 ഐസ്ക്രീം. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ. ദേ പറഞ്ഞുണ്ട്. എന്താ പ്രശ്നം? ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വിചാരിച്ചാ. വലിയ ചൊറിച്ചിലായിരുന്നു. ഒരു പിഞ്ച് കുഞ്ഞ് എസ്റ്റി ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ പറ്റില്ല. കണ്ടാ തോന്നല്ലേ അണ്ണാ പഠിക്കാൻ പോവാണെന്ന്. പറഞ്ഞപ്പോ എനിക്ക് തമാശ ആയിട്ടാണ് തോന്നിയത്. തമാശ പഠിക്കാൻ പോടാ, അതും ഈ പ്രായത്തില്. സാറേ പറ്റിപ്പോയി. ട്രിപ്പ് മുടക്കരുത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇറക്കി വിട്ടിരുന്ന ഓട്ടോ വിളിച്ചു വന്ന് അതിന്റെ കാശ് കിട്ടണം 15 രൂപ. എന്തിനാണ് 15 ആക്കണത്? 20 രൂപ. ഐസ്ക്രീമിന്റെ കാശ് പിന്നെ നിന്റെ അപ്പാപ്പ തരുമോ? എല്ലാം കൂടെ ചേർത്ത് 70 രൂപ. അതവിടെ വെക്കേ. ഇത് നിനക്കൊരു പാഠമായിരിക്കണം. പോണ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങി നീ ഇതിന് മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുത്തോളാം. അഡ്രസ് കൊടുക്കടാ. ഫിലിപ്പ് ഇടുക്കുള, മഹാത്മാ കോളേജ് എറണാകുളം. ഫിലിപ്പ് ഡ്രാക്കുള. ഇടുക്കുള. 2 ദിവസം മണി ഓർഡർ കിട്ടിയില്ലെങ്കിൽ നിന്റെ 2 ട്രിപ്പ് ഞങ്ങൾ മുടക്കും. പാത്തുമ്മ വിത്ത് താക്കോല്. എന്താണ് അവള് കടപൂട്ടി ഷട്ടർ ഇട്ടളിയാ. കടയുടെ ഷട്ടർ ഇട്ട സ്ഥിതിക്ക് അവൾ എന്തായാലും ഇനി നിന്റെ മുമ്പിൽ വീടിന്റെ ഷട്ടർ ഇടുന്നുള്ള കാര്യം ഉറപ്പാ. അതെ, ഇവന്റെ പെമ്പറന്നൂരാണെങ്കിൽ പാലായിക്കും പോയി. ഇനി എന്താടാ ഹോസ്റ്റലിൽ കയറാൻ പ്രശ്നം? ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടോളിയാ. അതിനല്ലേ ഉണ്ണിത്താൻ സാറ്. അപ്പൊ മാത്തപ്പൻ എന്ത് ചെയ്യും? ഈ ട്രോഫി ഇപ്പൊ തന്നെ ടാക്സി വിളിച്ച് പാലേക്ക് അയക്കാൻ പോവല്ലേ. അപ്പാപ്പനോട് ഒന്ന് ചെറുക്കൻ ചീത്തയാവായിരുന്നാ മതി. അപ്പാപ്പൻ ചീത്താവാതിരുന്നാ മതി. വല്ലോം പറഞ്ഞായിരുന്നോ? ഇവന്മാരുടെ വീട് കൂടിയൊക്കെ സുനാമി അടിച്ചു പോയി. പിടിച്ചപ്പോ വീട്ടുകാർ പിടിച്ച് പുറത്താക്കിന്റെ അവിടെ. ഇങ്ങോട്ട് തന്നെ പെട്ടിയും കിടക്കൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അലമ്പാക്കുമാര്.